ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ദോശയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെയും റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. ഇതിൽ 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇടുന്നതുകൊണ്ട് ഞങ്ങളിതിനെ ദശാവതാരം ദോശ എന്നാണ് പറയാറ്. ഇത് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരച്ച് ചൂടുകയാണ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചെറുപയർ ഇതിൽ ചേർക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ വൻപയറും ഇട്ടിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പും ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് മുതിര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റാഗി കൂടെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇതിനെ റാഗിക്ക് കോറ, മുത്താറി എന്നൊക്കെ പറയും, ഞങ്ങൾ റാഗി എന്ന് പറയാറുണ്ട്. ഇതിലേക്ക് കുറച്ച് ഞാൻ ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടല കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കടല വേവിച്ചത് കറിക്ക് വേണ്ടി വേവിച്ച് വെച്ച കുറച്ച് കടല ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുതിർക്കുന്നതിലേക്ക് അത് ചേർത്തിട്ടില്ല. അപ്പോൾ രാവിലെ അരയ്ക്കുമ്പം ആ വേവിച്ച കടല ചേർത്ത് അരയ്ക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇടുമ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ കടല കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കാം. രാവിലെ ഇതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഞാനിതിലേക്ക് 2 വറ്റൽ മുളക് കൂടെ ചേർക്കുന്നുണ്ട് അരയ്ക്കാൻ നേരത്ത്. 2 ചെറിയ ഉള്ളി കൂടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ചെറിയ ഉള്ളി കൂടെ ചേർത്തിട്ട് മാവ് തീർന്നിട്ടില്ല എങ്കിൽ ചിലപ്പോൾ മാവ് കേടായി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ട് ഇതിൽ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല. ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും ചേർക്കാം. ഇത് നമുക്ക് തലേന്ന് അരച്ചിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് രാവിലെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് പുളിച്ച് പോകാതെ നോക്കണം. ഉപ്പൊന്നും ഇടാതെ ഫ്രിഡ്ജിലേക്ക് അരച്ച് അപ്പം തന്നെ എടുത്ത് വയ്ക്കുക. രാവിലെ അരയ്ക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. മാവ് നന്നായി അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ചമ്മന്തി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിന് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും വേണം. ഈ ചമ്മന്തി നമുക്ക് അരക്കല്ല് ഉണ്ടെങ്കിൽ മുളക് ചുട്ടെടുത്തിട്ട് നന്നായി അരച്ച് അതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയൊരു വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും കൂട്ടി നന്നായി ചതച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എനിക്കിവിടെ അരക്കല്ലില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. മുളക് പൊടി നന്നായി ചൂടാക്കുക. എണ്ണ ഒഴിച്ചിട്ടല്ല മുളക് പൊടി ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ളത്. മുളക് പൊടി നന്നായി ചൂടായതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അതിലേക്ക് ഞാൻ ഒരു 6-7 ചെറിയുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ചെറിയ വെളുത്തുള്ളിയും അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ടൊന്ന് ഇളക്കിയെടുത്തു. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളി വെന്ത് പോകാൻ പാടില്ല. ഉള്ളി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ചമ്മന്തിയുടെ ടേസ്റ്റ് ആകെ മാറും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു കട്ടിംഗ് ബോർഡിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരകല്ലിൽ ഉണ്ടാക്കുമ്പോഴും മുളക് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും
കറിവേപ്പിലയും കൂടെ ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അരഞ്ഞു പോകരുത്. ഉള്ളി അരഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. ഞാനിത് നന്നായി ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ആക്കാം. അല്ലാതെ ഈ കട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും എടുക്കാം. നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദോശമാവ് എടുക്കുമ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. കാരണം ഉപ്പിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപ്പിട്ട് ചേർത്തെടുക്കാം. അല്ലാത്തത് ബാക്കിയുള്ളത് നമുക്കങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ മാവ് കേടായി പോവോ പുളിച്ചു പോവോ ഒന്നും ചെയ്യില്ല. ഞാനിവിടെ ദോശക്കല്ലിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇതിൽ ദോശ ചുടുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണയും നെയ്യും, അതായത് നല്ലെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ടാണ് ഞാൻ ഈ ദോശ ചുടുമ്പോൾ ദോശേൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ദോശയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.